Hey guys, welcome back to my channel. It's me Ash. അപ്പോൾ ഗൈസ് എനിക്ക് ഈ ഒരു വീഡിയോ നല്ല സ്പെഷ്യലാണ്. കാരണം നമ്മുടെ ചാനലിൽ തന്നെ ഇതുവരെ ഇട്ടതിൽ അത്യാവശ്യം ലോങ്ങും അഥവാ ട്രാവലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇതിൽ നമ്മൾ പോകുന്ന സ്ഥലം കാളഹസ്തി ക്ഷേത്രം, ആന്ധ്രാപ്രദേശിലുള്ള കാളഹസ്തിയിലും ഗുരുവായൂരുമാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, എന്നിട്ട് കാണുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ പോയിട്ടുള്ളത് നമ്മൾ ക്രിസ്മസ് അവധിക്കാണ്. പക്ഷെ ഞാൻ ഇടാൻ കുറച്ച് ലാഗായിട്ടുണ്ട് ഗൈസ്, അതിന് ഞാൻ സോറി പറയുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാവരും കൂടെ ചേർന്നാണ് പോകുന്നത്. മാൻ്റെ കാലിൽ മാനാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം നമ്മൾ കുറേ നാളുകൊണ്ട് നമ്മൾ വിചാരിക്കുകയാണ്, പ്ലാൻ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഗുരുവായൂരൊന്നും അതിലില്ലായിരുന്നു. നമ്മുടെ ആകെ ഉണ്ടായിരുന്ന കാളഹസ്തി ക്ഷേത്രം മാത്രമായിരുന്നു. പതുക്കെ വന്നാൽ നമുക്ക് ഗുരുവായൂരും കൂടെ അതിൽ ആഡ് ചെയ്തു. വരണ വഴി കയറാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ തമിഴ്നാടെത്തി. അപ്പോൾ തന്നെ നമുക്ക് ഇനി ചെയ്യേണ്ട കാര്യം എന്താണ്, കാപ്പി പിടിക്കേണ്ടതെന്നാണ്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ 5 മണിക്ക് എണീറ്റ് കറക്റ്റ് 6:45 അവിടെ തിരിച്ചു പോയി. ഫൈനലി നമ്മൾ കറക്റ്റ് ഈ ഹോട്ടലിലെത്തിയപ്പോൾ തന്നെ 9 മണിയായി. അപ്പോൾ നമ്മൾ കാപ്പിയെ കുടിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നേ ഗൈസ്, സോറി. അപ്പം നമ്മൾ ഈ ഹോട്ടലിൽ നിന്നാണ് കുടിച്ചത്. പ്യുവർ വെജ്, ഒരു കിടിലൻ ഹോട്ടലാണ്. ഞാൻ തമിഴ്നാട് ഇവിടെ കൂടെ പാസ് ചെയ്യുമ്പോൾ കാണുകയാണെങ്കിൽ കയറുക, വിശ്വസിക്കാം. പക്ഷേ അവിടെ ഭയങ്കര തിരക്കാണ്. എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് ഹൈജീൻ ആയിരിക്കണം. അവിടെ സ്ഥിരം വരുന്ന ആൾക്കാരായിരിക്കും വരുന്നത്. കൂടുതലും ടൂറിസ്റ്റാണ് കാരണം വരുന്നത്. അവിടെ ഒരു ഹൈവേയിലാണ് ഈ ഹോട്ടൽ ഇരിക്കുന്നത്. അവിടെ എല്ലാം ഉണ്ട്, സ്നാക്സ്, കേക്ക്. ഞാൻ പിന്നെ നിങ്ങൾ ഷോർട്ടാക്കിയതാണ് വീഡിയോ. അപ്പോൾ ഫൈനലി ഉച്ച ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ തന്നെ ഫേമസ് ആയിട്ടുള്ള തമിഴ്നാടിൻ്റെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് അത്ര ഒരു ക്ഷീണം തിരുന്നോ, ഞാൻ ബിരിയാണി കളഞ്ഞിട്ട് ആ ചിക്കൻ്റെ ലെഗ് പീസ് മാത്രം കഴിച്ചിട്ട് ഈ ഒരു ഐസ്ക്രീമും കുടിച്ചു. എനിക്ക് അത്രയ്ക്ക് റഫായിട്ട് ഇറങ്ങുമില്ല. ഞാൻ കുറേ ട്രാവൽ ചെയ്തിട്ട് അപ്പോൾ ലൈറ്റായിട്ട് ഒരു ഐസ്ക്രീം കുടിച്ചു ഗൈസ്. ഞാൻ നിങ്ങൾ ഷോർട്ടായിട്ട് ഇട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ അത്ര ലാഗ് ആകാതിരിക്കാനാണ് ഉച്ചയും വൈകുന്നേരമൊക്കെ ഷോർട്ടാകുന്നത്. അങ്ങനെ ഫൈനലി വൈകുന്നേരം ആവണത് നിങ്ങൾക്ക് ഷോർട്ടായി തന്നു. നമ്മൾ ഈ ഒരു ക്യാൻറ്റീനിൽ നിന്നാണ് കഴിച്ചത്. ഇതൊരു വലിയ ക്യാൻറ്റീനാണ്, ഇതിൻ്റെ റൂമൊക്കെ ഉണ്ട്. ഇത് അത്ര വൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പുറത്ത് ഡൈകാസ്റ്റും ചെറിയ മാർജിൻ ഫ്രീ പോലെയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ സ്നാക്സും ചായയൊക്കെ സൂപ്പറാണ്. പ്രത്യേകിച്ച് പറയുന്നത് കോഫി. അത് നമ്മളിവിടെ നിന്ന് ഒരു പോർഷെയർ ഈ ഒരു ഡൈകാസ്റ്റ് വാങ്ങിച്ചു ഗൈസ്. അടിപൊളി, നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്. 200 രൂപയാണ് അതിൻ്റെ വില. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ട്രിപ്പിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ചൊക്കെ ഇരുട്ടി തുടങ്ങി. അപ്പം തൊട്ടേ ഞാൻ അവിടെ അടുത്ത് കിട്ടാവുന്ന കുറേ റൂമുകൾ നോക്കി. ഏകദേശം നമ്മുടെ കാളഹസ്തിയിൽ ഒരു 20-21 കിലോമീറ്റർ ചുറ്റളവിൽ കിട്ടാവുന്ന വല്ല മുറി നോക്കി. ഗൈസ് എനിക്ക് ഇപ്പോഴും സംശയം, ഇതെന്താ ഈ കായലാണോ എന്തോ, തമിഴ്നാട് ഈ ചൂടൊക്കെ കാരണം വറ്റിപ്പോയാണോ എന്തോ. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യേ. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഗൈസ്. അവിടെ കുറച്ച് ഒരു പുഴ പോലെ ഒഴുകി പോകുന്നു. ഇവിടെ മുമ്പ് കായലൊക്കെ ആയിരിക്കണം, കാരണം താഴെ മണലാണ്. ബാക്കി കുറച്ച് ഭാഗം പൊങ്ങിയൊക്കെ ഇരിക്കുന്നു. എനിക്ക് തോന്നുന്നത് വല്ല കായലായിരുന്നാലും വറ്റിച്ചതായിരിക്കും. അങ്ങനെ നമ്മൾ വന്ന് നല്ല ഇരുട്ടി തുടങ്ങി. ഞാൻ അതേപോലെ കുറച്ച് ഓപ്ഷനിൽ നമ്മുടെ റൂംസൊക്കെ നോക്കി. 100 കിലോമീറ്റർ ചുറ്റളവിൽ അങ്ങനെയാണ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു 100 കിലോമീറ്റർ. പക്ഷേ നമ്മൾ വന്ന് അവരെ വിളിച്ചൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ് അതിപ്പോൾ ക്ലോസ്ഡാണെന്ന്. അങ്ങനെ പെട്ട് ഇത് എത്ര 18-20 ടോൾ പ്ലാസയാണ് നമ്മുടെ ഈ പെരിങ്ങട ടു ഈ ഒരു തമിഴ്നാട് വന്നപ്പോഴത്തേക്കും. ശരിക്കും ടോൾ പ്ലാസയായി. അങ്ങനെ ഫൈനലി ഭയങ്കര ഇരുട്ടായിട്ടുണ്ട് ഗൈസ്. ഓരോ വണ്ടിയിലെ ലൈറ്റൊക്കെ അടിക്കുമ്പോൾ നമ്മുടെ വിഷ്വൽസ് ഒന്നും അത്ര ക്ലിയർ അല്ല. അതിന് ഒരു വലിയ സോറി ഗൈസ്. നമ്മൾ അടുത്ത പാർട്ടിയിലാണ് നമ്മളൊരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് പെട്ടുപോണതും നമുക്ക് അവരുടെ ഭാഷ എന്ന് പറഞ്ഞാൽ പെട്ടുപോണതും എവിടെയാണ് സ്റ്റേ ചെയ്തത്, ഏത് ഹോട്ടലാണെന്ന്, നമ്മൾ അമ്പലത്തിൽ പോയത് എല്ലാം അടുത്ത പാർട്ടിയിലാണ് ഉള്ളത്. അത് മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക ഗൈസ്. ബൈ.